ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 27 ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുമാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും ഇന്റേണലും എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും എല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്കൊരു മാർക്കറ്റിൽ മൂവ്മെന്റ് വരുന്ന സമയത്ത് എവിടെ എൻ്റർ ചെയ്യണം, എവിടെ ടാർഗറ്റ് ചെയ്യണം, നമുക്ക് ഇന്റേണലും എക്സ്റ്റേണലും മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എൻട്രി മെത്തേഡും കാര്യങ്ങളൊന്നുമല്ല. ഇതൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യലാണ് മാർക്കറ്റിൽ എവിടെ നമുക്ക് എൻ്റർ ചെയ്യണം, എവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, പക്ഷേ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ നോട്ട് ചെയ്ത് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് എടുത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയും കൂടി പോയിട്ട് കാണുക. കിൽ സോണിൻ്റെ ടൈമിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് യൂട്യൂബിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളോട്ട് തന്നെ തുടങ്ങാം. ഞാനിവിടെ ഒരു പ്രൈസ് റേഞ്ച് വരക്കുന്നുണ്ട്. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആകുന്നുണ്ട്, പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം പ്രൈസ് ഒരു റിട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് ഏതാണ് എക്സ്റ്റേണൽ ഏതാണ് ഇൻറ്റേർണൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഏരിയയിലേക്കുള്ള ട്രേഡ് പ്ലേസ് ചെയ്യാനുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലേ? അപ്പോൾ എക്സാമ്പിളായിട്ട് ഇതൊരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നോർമലി എന്താണ് സംഭവിക്കുക, ഒരു 50% ഏരിയയിൽ എത്തിയതിന് ശേഷം ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ഡിസ്കൗണ്ട് അറയിൽ എത്തിയതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഏതാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ ആയിരിക്കും നമ്മൾ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാകാം. ഞാൻ EXT എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുക്കാം. എക്സ്റ്റേണൽ ക്യാപിറ്റൽ ലെറ്റർ ആക്കാം. ഓക്കെ, EXT ഇതായിരിക്കും എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ താഴെ ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു ലോയും നമുക്ക് EXT ആയിട്ട് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ എക്സ്റ്റേണലായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ലോ ക്രിയേറ്റ് ആയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിന് ശേഷം റിട്രേസ് വരുന്ന സമയത്ത് ഈ ഒരു ഹൈ ആയിരിക്കും എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഈ ഒരു ലോയും നമുക്ക് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും നമുക്ക് ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാകുക? ഈ ഒരു ഏരിയാസിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു ഏരിയാസിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയാസിൽ ഒരുപാട് PDRAസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് PDRA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു PDRA ആണ്. അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഒരു PDRA ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ, അതായത് ഈ ലേണിംഗ് സീരീസിൽ PDRനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓർഡർ ബ്ലോക്ക്, IFEG, ബ്രേക്കർ ബ്ലോക്ക്, മിറ്റിഗേഷൻ ബ്ലോക്ക്, മിറ്റിഗേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, പ്രൈസ് ഇങ്ങനെ ഒരു അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ റിട്രേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയാസിൽ ഉണ്ടാകുന്ന PDRAs ആയിരിക്കും നമുക്ക് ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു പ്രൈസ് ഈ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി വെച്ചാൽ ഈ ഒരു FEGയിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിലായിരിക്കും മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പ്രൈസ് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി തൊട്ട് എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിലേക്കും, അതേപോലെ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയിലേക്കായിരിക്കും മൂവ്മെൻറ്റ് വരുന്നുണ്ടാകുക. ഇവിടെ ഒരു ഇന്റേണൽ വന്നു, വീണ്ടും എക്സ്റ്റേണൽ എടുത്തു. ഇനിയിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടെ ഒരു പറഞ്ഞുതരാം. ഇവിടെ ഒരു ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് താഴെയുള്ള എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്, അല്ലേ? നമ്മൾ ഈ ഒരു ലോയും ഈ ഒരു ഹൈയും പറഞ്ഞു. ഇവിടെ ഒരു ഹൈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്, ഇവിടെ ഒരു ലോയും എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ പ്രൈസ് വന്ന് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഏരിയ എന്താണ് സംഭവിക്കുക, മാർക്കറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈയും അതേപോലെ തന്നെ റിട്രേസ് ആയിട്ട് വരുന്ന സമയത്ത്, പ്രൈസ് ഇങ്ങനെ റിട്രേസ് ആയിട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലോയും ആയിരിക്കും നമുക്ക് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഹൈ നമുക്ക് എക്സ്റ്റേണലാണ്, ഈ ഒരു ലോയും എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ലെഗിൻ്റെ അകത്ത് വരുന്ന PDRAs ആയിരിക്കും, ഓർഡർ ബ്ലോക്ക്, FEG പോലെയുള്ളവയായിരിക്കും ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ആവുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഇന്റേണലിൽ നിന്ന് ട്രേഡ് എടുത്തിട്ട് നെക്സ്റ്റ് എക്സ്റ്റേണലിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഇന്റേണലും എക്സ്റ്റേണലും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്റ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈയും ലോ ആയിരിക്കും എക്സ്റ്റേണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഇന്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിന്റെ അകത്ത് വരുന്ന PDRAs ആയിരിക്കും എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. PDRAs എന്ന് വെച്ച് കഴിഞ്ഞാൽ FEG, ഓർഡർ ബ്ലോക്ക്, മിറ്റിഗേഷൻസ്, ഇതൊക്കെ ആയിരിക്കും PDRAs ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഓക്കെ, നമുക്കിത് ചാർട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയും വർക്ക് ആകുന്നത് നമുക്ക്
2-3 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അത് ഞാനിവിടെ ഒരു 1 hourൻ്റെ ടൈം ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വളരെ ചോപ്പിയായിട്ടുള്ളൊരു മാർക്കറ്റാണ്, പറഞ്ഞുതരാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഞാൻ ഈ ഒരു ഏരിയാസിലേക്ക് എടുക്കാം. ഇത് കുറച്ചും കൂടി പിക്ചർ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷനാണ്. ഓക്കെ, ഈ ഒരു ഏരിയാസിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രൈസ് നമുക്ക് ഈ ഒരു ഏരിയാസിൽ നോക്കാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ, ഈ ഒരു ഡബിൾ ബോട്ടം സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം, ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പ്രൈസ് എടുത്തു, അതിന് ശേഷം റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഇന്റേണൽ ലിക്വിഡിറ്റിയിൽ നമുക്ക് റിയാക്ഷൻസ് നോക്കാൻ പറ്റും. ഈ FEGs നല്ല ഒരു റിയാക്ഷൻ നോക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഓർഡർ ബ്ലോക്ക് നല്ല റിയാക്ഷൻ നോക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% ഏരിയയിലുള്ള FEG ഓർഡർ ബ്ലോക്കോ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് ഈ ഒരു ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു FEG എന്നാണ് നമുക്ക് റിയാക്ഷൻ ഡൗൺ സൈഡിലേക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. നമുക്കിനി നെക്സ്റ്റ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഏതായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാകുക? ഈ ഒരു ലോ ആയിരിക്കും നമുക്ക് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക അല്ലേ. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി കിട്ടിയിട്ടില്ല അല്ലേ. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഷിഫ്റ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അതേപോലെ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു മൊമെന്റ് ആണ് വരുന്നത്, നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടാണ് പ്രൈസ് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ലോ നമുക്ക് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ആവുന്നതാണ്. ഈ ഒരു ഹൈ നമുക്ക് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു ലെഗിന്റെ അകത്തുള്ള PDRAs ആയിരിക്കും നമുക്ക് ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ആവുന്നുണ്ടാകുക. ഈ ഡൗൺ സൈഡിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാകാം. നമുക്ക് നെക്സ്റ്റ് എവിടത്തേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഹൈ ആണ്. നമ്മൾ നോർമലായിട്ട് ട്രേഡ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരെ ഡ്രോ ചെയ്യുന്നു, ഈ ഒരു ഫിബ് ടൂൾ എടുക്കുന്നു, ഡിസ്കൗണ്ട് ടു പ്രീമിയം നമ്മൾ ഡ്രോ ചെയ്യുന്നു അല്ലേ. അതിനുശേഷം ഡിസ്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ PDRAന്ന് എൻട്രി എടുക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് ഇതൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും ഇതൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും. പ്രൈസ് മൂവ്മെന്റ് ചെയ്യുന്നത് ഒരു ഇന്റേണൽ എടുത്തതിന് ശേഷം ഒരു എക്സ്റ്റേണലിലേക്ക് ആയിരിക്കും മൂവ്മെന്റ് വരുന്നുണ്ടാവുക. കൂടുതലായിട്ടും FEGയിലും അതേപോലെ ഓർഡർ ബ്ലോക്കെല്ലാം എടുത്തതിന് ശേഷം ആയിരിക്കും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് പോകുന്നുണ്ടാകാം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ എടുത്തു കഴിഞ്ഞാൽ ഇന്റേണലിലേക്ക് ഒരു മൂവ്മെന്റ് വരുന്നതാണ്. അതേപോലെ ഒരു ഇന്റേണൽ എടുത്ത് ഒരു എക്സ്റ്റേണലിലേക്ക് മൂവ്മെന്റ് വരുന്നതാണ്. ഇത് ഇൻവാലിഡ് ആകുന്ന സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈ ആയിരുന്നു നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലേ. അപ്പോൾ ഈ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാതെ പ്രൈസ് ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് വന്നു, ഈ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്തെല്ലാം മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഏതായിരിക്കും എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാകുക? ഈ ഒരു ലോ ആയിരിക്കും നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഉണ്ടാകുക. ഈ ഒരു പ്രീമിയം ഏരിയയിലേക്ക് വന്നുകൊണ്ട് തന്നെ ഈ ഒരു ലോ ആയിരിക്കും, ഈ ഒരു ലെഗ് ആയിരിക്കും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാകുക. അതേപോലെ തന്നെ ഈ ഒരു ഹൈ ആയിരിക്കും നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രൈസ് ഇടുന്നൊരു എൻട്രി ലോ ടൈം ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ആയി നോക്കാൻ പറ്റുന്ന ഈ ഒരു ലോ ആയിരിക്കും നമുക്ക് ടാർഗറ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്നുണ്ടാകാം. വീണ്ടും അതേപോലെ തന്നെ ഇതിന്റെ ഒരു 50% ഏരിയ ആണ് ഈ ഒരു ടാപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തതിനു ശേഷം ഇതൊരു എക്സ്റ്റേണൽ ആണ്, ഇതൊരു എക്സ്റ്റേണൽ ആണ്. ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഈ ഒരു ലോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹൈയും അതേപോലെ തന്നെ ലോയും ആയിരിക്കും, ഈ ഒരു ഹൈയും ഈ ഒരു ലോ ആയിരിക്കും എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകുക. ഇതിൻ്റെ അകത്തുള്ള PDRAs ആയിരിക്കും നമ്മൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ? അതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലെഗ് പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലും ഇന്റേണലും എക്സ്റ്റേണലും നോക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ എടുക്കാം. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ എന്താ പറയുക 50% ഏരിയ. നമുക്ക് ഈ ഇതിൻ്റെ മുകളിലുള്ള PDRAs നോക്കിയാൽ മതി ഇന്റേണൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഈ ഒരു മൂവ്മെന്റ്സ് ഇല്ലേ, ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരെ നോക്കുക, അതായത് ഇന്റേണലും എക്സ്റ്റേണലും നോക്കാൻ പറ്റുന്നതാണ്. പ്രൈസ് അപ്സൈഡിലേക്ക് പോകുന്നു, ഒരു റിട്രേസ്മെന്റ് വന്നിട്ട് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുന്നു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് കണ്ടോ, ഞാനൊന്ന് ഡ്രോ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്യുന്ന അപ്സൈഡിലേക്ക് പോയിട്ട് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കുന്നു. പ്രൈസ് വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോ റിട്രേസ്മെന്റ് ആയിട്ട് വരുന്നു. ഈ ഒരു ഏരിയാസിൽ വീണ്ടും ഒരു ഓർഡർ ബ്ലോക്കും കാര്യങ്ങളുണ്ട്, ടാപ്പ് ചെയ്തതിനു ശേഷം അപ്സൈഡിലേക്ക് പോകുന്നു. നമുക്കൊരു എക്സ്റ്റേണലും ഇന്റേണലും ഹൈ ടൈം ഫ്രെയിമിലുള്ള പോലെ തന്നെ
സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇന്റേണലും എക്സ്റ്റേണലും നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു റിട്രേസ്മെന്റിൽ, അതായത് ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം അപ്പ് സൈഡിലേക്ക് പോകുന്ന ഒരു റിട്രേസ്മെന്റിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇന്റേണലും എക്സ്റ്റേണലും നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ഫ്ലോയും നമുക്ക് ഇന്റേണൽ എക്സ്റ്റേണൽ ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ഹൈ എക്സ്റ്റേണലാണ്, ഈ ഒരു ലോ എക്സ്റ്റേണലാണ്. ഈ അകത്തുള്ള, അതായത് ഈ ഒരു ലെഗിന്റെ അകത്തുള്ള PDRS ആയിരിക്കും ഇന്റേണൽ ലിക്വിഡിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോസിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഡിസ്കോഡ് ചാനലുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അവിടെ മെസ്സേജും കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.